ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളെല്ലാവരും ഗംഭീരമായി തന്നെ 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളിൽ പലരും പല കുറിയായിട്ട് എന്നോട് ചോദിച്ച കാര്യമാണ്, സാറേ ഫിസിക്സ് ഒരു വർഷം പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് വേണം, ഒരു അക്കാഡമിക് ഇയറിൽ എങ്ങനെയാണ് ഫിസിക്സ് കൃത്യമായി പഠിക്കേണ്ടത് എന്ന് ഞങ്ങളിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ടെർമിനൽ എക്സാം അഥവാ ഓണപരീക്ഷയ്ക്ക് നമ്മുടെ ഫിസിക്സിൽ നിന്ന് എത്ര ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് ഉണ്ടാവും, സിമിലറായി ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു തീർത്താൽ എങ്ങനെയാണ് അത് റിവൈസ് ചെയ്യേണ്ടത്, കൃത്യമായ റിവിഷൻ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അങ്ങനെ ഒട്ടേറെ സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പൊ സബ്ജക്റ്റിലോട്ട് വന്നാൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ കൃത്യമായി ക്രാക്ക് ചെയ്യാം, റേ ഡയഗ്രാംസ് എങ്ങനെ മറക്കാതിരിക്കാൻ സാധിക്കും, ഇങ്ങനെ കുറെ സംശയങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ വേണ്ടേ? തീർച്ചയായും ഒരു സൊല്യൂഷൻ വേണം. അതുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിരുന്നു കാണുക. 100% നിങ്ങൾക്ക് വർത്തായ വീഡിയോ ആയിരിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. ഒട്ടും ലേറ്റ് ആക്കാത്ത കാര്യങ്ങളിലോട്ട് കടന്നാലോ? നമുക്ക് കടക്കാം. സോ ആദ്യം നേരിട്ട് ഫിസിക്സിനെ പറ്റി സംസാരിക്കുന്നതിനപ്പുറം ഹോൾ SSLCയെ പറ്റി നിങ്ങൾക്കൊരു ധാരണ വേണം. നമ്മുടെ കോർ സബ്ജക്റ്റുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ, അതായത് ഏതൊക്കെയാ കോർ സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ സയൻസ്. ഈ പറയുന്ന 5 സബ്ജക്റ്റുകൾ മാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ് 55 എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റുകളായ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം 1ഓ 2ഓ ITO ഉൾപ്പെടുത്തിയിട്ടില്ല. 5 സബ്ജക്റ്റുകളിൽ നിന്നും മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണമാണ് 55 എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ അപ് ടു പബ്ലിക് എക്സാം, ബോർഡ് എക്സാം വരെ, ഏകദേശം മാർച്ച് 1-ാം തീയതി ആയിരിക്കാം നമ്മുടെ പബ്ലിക് എക്സാം നടക്കാൻ പോകുന്നത്. ഈ ബോർഡ് എക്സാം വരെ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും 243 ആണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ, സാറേ 243 ദിവസം ഉണ്ടല്ലോ എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. തീർച്ചയായും ശരിയല്ലേ? പക്ഷെ മക്കളെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കടാ. 243 ഡിവൈഡ് ബൈ 55 ചെയ്താൽ ഓൾമോസ്റ്റ് 4 ഡേയ്സ് ആയിരിക്കും ഒരു ചാപ്റ്ററിന് പഠിക്കാൻ വേണ്ടി ഉണ്ടാവുക. അഥവാ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ദിവസത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതിനകത്ത് ഞാൻ ഒരിക്കലും ബാക്കിയുള്ള ലാംഗ്വേജുകളോ IT തുടങ്ങിയ സബ്ജക്റ്റുകളോ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊഴികെയാണ് ഞാൻ പറയുന്നത്. കോർ സബ്ജക്റ്റുകൾ മാത്രം പഠിക്കാൻ ഒരു ചാപ്റ്ററിന് ഏറ്റവും കുറഞ്ഞത് 4 ദിവസം വേണം. ഈ 4 ദിവസത്തിൽ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. 4 ദിവസത്തിൽ മാത്സും ഫിസിക്സും സോഷ്യലും ഒക്കെ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സിംപ്ലി പഠിച്ചെടുക്കാൻ സാധിക്കുമോ? പറ്റില്ല. സോ അത് നിങ്ങൾ കൃത്യമായി ഈ മൊമെന്റിൽ പ്ലാൻ ചെയ്യണം. ഈ മൊമെന്റിൽ തന്നെ ഇത്രയും വലിയ ബേർഡൻ ആണെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ തലേനാളും 1 മാസം മുമ്പും ഒരാഴ്ച മുമ്പും പഠിച്ചു തീർക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ? അല്ല എന്ന യാഥാർത്ഥ്യം, റിയാലിറ്റി നിങ്ങൾ തിരിച്ചറിയുക. ഇനി നമുക്ക് നമ്മുടെ ഫിസിക്സിലോട്ട് വരാം. ഫിസിക്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന 7 ചാപ്റ്റേഴ്സ് ആണ്. 7 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഒക്കെ പലരും ഇപ്പോൾ പഠിച്ചൊന്ന് ട്രാക്കിലോട്ട് വന്നിട്ടുണ്ടാവും. ശരിയല്ലേ? യെസ്. സോ ആദ്യത്തെ സൗണ്ട് വേവ്സ് അത്യാവശ്യം സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വന്നാൽ ലെൻസസ് അത്ര എളുപ്പമുള്ള ചാപ്റ്റർ ആയിരുന്നില്ല അല്ലെ പലർക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന റേ ഡയഗ്രാംസ് തന്നെയാണ് പല കുട്ടികൾക്കും വലിയ പ്രശ്നം. ആ റേ ഡയഗ്രാംസ് ആണ്. നമ്മുടെ അസ്ത്ര ബാച്ചുള്ള കുട്ടികളോട് ഞാൻ പലപ്പോഴായിട്ട് പറയാറുള്ള കാര്യം, റേ ഡയഗ്രാംസ് ഒക്കെ കൃത്യമായി ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് അവർക്ക് നമ്മുടെ ബാച്ചിനകത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വരച്ച് സ്റ്റഡി ടേബിളിന് മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറയാറുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് അത് വളരെ എളുപ്പമാണ്. കാരണം എല്ലാ ദിവസവും എണീറ്റിട്ട് ഈ പറയുന്ന റേ ഡയഗ്രാംസ് ആണ് കുട്ടി ആദ്യം തന്നെ കാണുന്നത്. അത് കണ്ട് അതൊന്ന് തറവാക്കിയിട്ടാണ് കുട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്. സോ അങ്ങനെ ഒരു റൂട്ടീൻ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റേ ഡയഗ്രാംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. റൈറ്റ്. സോ ടോട്ടലി 7 ചാപ്റ്റേഴ്സ് ആണ് ഒരു അക്കാഡമിക് ഇയറിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കണം? നമ്മളൊരു പരീക്ഷയ്ക്ക് ഫുൾ A+ നേടുക എന്നത് ശരിയാണ്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷെ ഈ മൊമെന്റിൽ നമ്മൾ ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് ഫുൾ A+-നപ്പുറം ഇനി വരാനിരിക്കുന്ന ഓണപരീക്ഷ അഥവാ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന് A+ കരസ്ഥമാക്കുക. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റുകളിലും A+ നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് എപ്പോഴാണ്? അത് ഓഗസ്റ്റ് 18-നാണ്. എപ്പോഴാണ്? ഓഗസ്റ്റ് 18-നാണ്. ഓഗസ്റ്റ് 18 എന്ന് പറഞ്ഞാൽ അധിക ദൂരമുള്ള ഒരു ദിവസമല്ല മക്കളെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കടാ. സ്കൂള് തുറക്കുന്ന മൊമെന്റേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പൊ സ്കൂള് തുറന്ന് ഏകദേശം 1 മാസം ആവാറായി. 1 മാസം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കല്ലേ പോയിരിക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 18 എന്ന് പറയുന്ന ഡേറ്റ് എത്താൻ അധികം ദൂരമില്ല, അധികം കാലതാമസവുമില്ല. എണ്ണിപ്പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 50 ദിവസങ്ങൾ മാത്രമേ ഓണപരീക്ഷയ്ക്ക് അവശേഷിക്കുന്നുള്ളൂ. ജസ്റ്റ് 50 ഡേയ്സ്. ഈ 50 ദിവസത്തിൽ വേണം നിങ്ങൾ ഓണപരീക്ഷയുടെ സിലബസ് കവർ ചെയ്യാൻ.
ഇപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് എത്രത്തോളം സിലബസ് ഉണ്ട് എന്നായിരിക്കും അടുത്ത സംശയം എല്ലാവർക്കും ഉണ്ടാവുക. ഫിസിക്സിനെ സംബന്ധിച്ച് ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ 3 ചാപ്റ്റേഴ്സിനകത്ത് ഈ 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഈ പറയുന്ന 3ാമത്തെ ചാപ്റ്ററിന്റെ പകുതിയോളം പോർഷൻസ് പഠിക്കണം. ഐ തിങ്ക് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത എന്ന് പറയുന്ന ടോപ്പിക്ക് വരെ നിങ്ങൾ ഈ പറയുന്ന 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. ഇതാണ് കാര്യം. ക്ലിയർ അല്ലേ? സോ ഫിസിക്സിൽ മാത്രം 2.5 ചാപ്റ്ററോളം ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കണം. ഇവിടെ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പുതിയതാണ്, ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷം വന്നതവയാണ്. സോ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അധികമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. അല്ലാതെ മുൻ വർഷത്തിൽ ഈ ചോദ്യം വന്നു, ഇത് പഠിച്ചാൽ മതി എന്ന് തറപ്പിച്ചു പറയാൻ പലർക്കും സാധിക്കണമെന്നില്ല. സോ എങ്കിൽ പോലും ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എൻ്റെ മുഴുവൻ അനിയന്മാരും അനിയത്തിമാരും പരീക്ഷയ്ക്ക് പോകാൻ. സോ ഈ റിയാലിറ്റി മനസ്സിലാക്കുക. 50 ദിവസത്തിൽ ഫിസിക്സിൽ മാത്രം 2.5 ചാപ്റ്ററോളം കൃത്യമായി പഠിക്കണം. കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കണം, ക്വസ്റ്റ്യൻസ് തറവാക്കണം. ഇതിൽ നിന്ന് PYQs ഉള്ള PYQs എല്ലാം കൃത്യമായി വർക്കൗട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ, സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അസ്ത്ര ബാച്ചിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഞാൻ ഈ 3rd ചാപ്റ്ററിന്റെ ഈ പറയുന്ന പോർഷൻ വരെ എടുത്തു തീർന്നിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് കുട്ടികൾക്ക് മാത്രമേ ഇനി കുറച്ചുകൂടി എടുക്കാനുള്ളൂ. ബാക്കിയുള്ള ഫസ്റ്റ് ബാച്ച് കുട്ടികൾക്കെല്ലാം നമ്മൾ ഇതുവരെ എടുത്തു തീർത്തതാണ്. സോ നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് പഠിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് കേട്ടോ മക്കളെ. അടുത്തതിലോട്ട് കിടക്കുന്നു. ഓണപ്പരീക്ഷ മാത്രമല്ല, ബാക്കിയുള്ള മുഴുവൻ പരീക്ഷയുടെയും സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 18-ന്, ഡിസംബർ 14-ാണ് ക്രിസ്മസ് പരീക്ഷ അഥവാ സെക്കൻഡ് ടെർമിനൽ എക്സാം നടക്കാൻ പോകുന്നത്. മോഡൽ എക്സാം ഫെബ്രുവരി 15-നും പബ്ലിക് എക്സാം മാർച്ച് 1-നും. അധിക ദിവസമല്ല. ഈ പറയുന്ന ഡേറ്റുകളൊക്കെ നിങ്ങളെ ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ അല്ല കാണിക്കുന്നത്. ഇതാണ് വാസ്തവം, ഇതാണ് റിയാലിറ്റി. ഇത് ഈ മൊമെന്റിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ഞാൻ പഠിച്ച് A+ മേടിക്കാന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറയുന്ന പോലെ അതിമോഹമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അത് നടപ്പുള്ള പരിപാടിയല്ല. എല്ലാവരും ഇപ്പോൾ മുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് കൃത്യമായി പഠിച്ചു തുടങ്ങണം. എങ്കിലേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഫുൾ A+ എന്ന് പറയുന്ന ടാർഗറ്റ് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. റൈറ്റ്. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടെർമിനൽ എക്സാം നമുക്കറിയാം. ഓണപ്പരീക്ഷയ്ക്ക് നമ്മുടെ സിലബസിന്റെ ഏകദേശം 35% നമുക്ക് പഠിക്കേണ്ടി വരും. അതായത് ഏകദേശം 2.5 ചാപ്റ്റേഴ്സ്, ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത്. സോ 2.5 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 35% സിലബസ് നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓണപ്പരീക്ഷ കഴിഞ്ഞ് അടുത്തതായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന പരീക്ഷയാണ് സെക്കൻഡ് ടെർമിനൽ എക്സാം അഥവാ ക്രിസ്മസ് എക്സാം. ക്രിസ്മസ് എക്സാമിന് ഏകദേശം 90 ദിവസത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഓണപ്പരീക്ഷ കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് പരീക്ഷ വരുന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളെ കാത്തിരിപ്പുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ 75%. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സിലബസിന് അടുപ്പിച്ച് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കണം. സോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് മുഴുവനും പഠിച്ചൊരു കുട്ടിക്ക് ബോർഡ് എക്സാമിന് പഠിക്കാൻ പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഓണപ്പരീക്ഷ സിലബസ് ആദ്യം നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കണം. കാരണം അത് വീണ്ടും ഒന്നേന്ന് പഠിക്കേണ്ട ആവശ്യം വരരുത്. ബാക്കിയുള്ള സിലബസ് മാത്രം ക്രിസ്മസ് എക്സാമിന് പഠിച്ചാൽ മതി. ക്രിസ്മസ് എക്സാം വരെ കംപ്ലീറ്റ്ലി പഠിച്ചൊരു കുട്ടിക്ക് ബോർഡ് എക്സാം പഠനം വളരെ സിമ്പിളായ പരിപാടിയായിരിക്കും. കാരണം ബോർഡ് എക്സാമിന് ബാക്കി അവശേഷിക്കുന്നത് വെറും 45 ദിവസം മാത്രം. ക്രിസ്മസ് എക്സാമിന് ശേഷം 45 ദിവസം കഴിഞ്ഞാൽ ബോർഡ് എക്സാം ആണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഈ ബോർഡ് എക്സാമിന് ബാക്കിയുള്ള 25% മാത്രം പഠിച്ചാൽ പോരാ, ഒന്നേന്നെല്ലാം റിവൈസ് ചെയ്യണം. കാരണം ബോർഡ് എക്സാമിന് വീണ്ടും 1ാമത്തെ ചാപ്റ്റർ അതേ പ്രയോറിറ്റിയിൽ ചോദ്യം വരും. സോ ഒന്നേന്നെല്ലാം റിവൈസ് ചെയ്താൽ മാത്രമേ ബോർഡ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 45 ദിവസത്തിന് നമുക്ക് കുറച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ ഒരു 25 ഡേയ്സ് എന്ന് പറഞ്ഞാൽ റിമൈനിങ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം വരും. അതിനുശേഷമുള്ള പിന്നെ ഒരു 20 ദിവസം ഉണ്ടല്ലോ, ആ 20 ദിവസം നിങ്ങൾക്ക് റിവിഷൻ ആവശ്യം വരും. കാരണം എല്ലാം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്താൽ മാത്രമേ പരീക്ഷാ പേപ്പർ എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാനെല്ലാം പഠിച്ചു എന്നുകൊണ്ട് കാര്യമില്ലടാ. അത് വീണ്ടും ഒന്നേന്ന് പഠിച്ചതെല്ലാം വെരിഫൈ ചെയ്ത് റിവിഷൻ ചെയ്താൽ മാത്രമേ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 45 ദിവസം ക്രിസ്മസ് പരീക്ഷയിൽ നിന്ന് മോഡൽ എക്സാമിലോട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴും അതിൽ 20 ദിവസം 25 ദിവസം കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ബാക്കിയുള്ള 20 ദിവസം റിവൈസ് ചെയ്യാനും നിങ്ങൾ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്. ഇനി അതിനുശേഷം ഏകദേശം മോഡൽ എക്സാമിന് 100% സിലബസ് നിങ്ങൾക്ക് വേണ്ടി വരും. കംപ്ലീറ്റ് സിലബസ് ആണ് മോഡൽ എക്സാമിന് ഉണ്ടാവുക. മോഡൽ എക്സാമിന് ശേഷം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 5 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ടാവും.
ഇതാണ് റിയാലിറ്റി. സോ നമ്മുടെ മുന്നിൽ ഒരു വർഷമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴും ഇവിടെ കറക്റ്റ്ലി ആ ഒരു വർഷത്തെ എങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. ഈ പറയുന്ന സ്ട്രക്ചർ പ്രകാരം ഇപ്പോൾ മുതൽ നിങ്ങൾ പഠിക്കണം. ഇത് ജസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ മുകളിലൊന്ന് എഴുതി വെച്ചോ. ഇതാണ് ടാർഗറ്റ്, ഇത് വെച്ച് വേണം ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യാൻ, ഇത് വെച്ച് വേണം ഞാൻ പഠിച്ചു തീർക്കാൻ എന്ന് മനസ്സിൽ ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റൈറ്റ്. ഇതെങ്ങനെയാണ് സാറേ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സിംപ്ലി ഞാൻ നമ്മുടെ അസ്ത്ര ബാച്ചിനകത്തുള്ള ഫിസിക്സിന്റെ അല്ലെങ്കിൽ ഹോൾ സബ്ജക്റ്റിന്റെ സ്ട്രക്ചർ ഞാനെന്ന് പറഞ്ഞുതരാം. ഇത് അസ്ത്ര ബാച്ചിനകത്ത് മാത്രമുള്ള സ്ട്രക്ചറാണ്. അസ്ത്ര ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഫസ്റ്റ് ടേമിലിന്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിപ്പിച്ചു തീർക്കും. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് തീർന്നു. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ബാച്ച് കുട്ടികൾക്ക് ഓൾമോസ്റ്റ് തീർന്നതാണ്. ഞാൻ സെക്കൻഡ് ബാച്ച് കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സിലബസ് നമ്മുടെ കവർ ചെയ്യും, നോ ഡൗട്ട്. അതിനുശേഷം സെക്കൻഡ് വീക്ക് നമുക്ക് റിവിഷൻ ഉണ്ടായിരിക്കും. വീണ്ടും ഒന്നേന്ന് നമ്മൾ റിവൈസ് ചെയ്യും. നിങ്ങളുടെ പ്രോപ്പർ ഓണപരീക്ഷയ്ക്ക് മുമ്പായിട്ട് സൈലം നിങ്ങൾക്കൊരു ഓണപരീക്ഷ നടത്തും. സൈലം നിങ്ങൾക്ക് ഓണപരീക്ഷ നടത്തും. ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് 10 ആകുമ്പോൾ നമുക്കൊരു മൊഡ്യൂൾ എക്സാമിന്റെ രൂപത്തിൽ സ്കൂളിൽ നടക്കാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് മുമ്പായിട്ട് സൈലത്തിന്റെ ഒരു ഓണപരീക്ഷ ഉണ്ടാവും. ആ ഓണപരീക്ഷയുടെ പ്രത്യേകത എന്തായിരിക്കും? അതിനകത്ത് കൃത്യമായ ഓണപരീക്ഷയുടെ അതേ സിലബസ് തന്നെയായിരിക്കും, അതേ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ തന്നെയായിരിക്കും, അതേ വെയിറ്റേജ് തന്നെയായിരിക്കും, അതിന് സിമിലറായ പോസിബിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. സോ സൈലത്തിന്റെ ഓണപരീക്ഷ എഴുതിയിട്ട് പോകുന്ന കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടിപൊളിയായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈ സ്ട്രക്ചറിലൂടെയാണ് അസ്ത്ര ബാച്ചിലെ ഓരോ കുട്ടിയും കടന്നു പോകാൻ പോകുന്നത്. സിമിലർവേ ക്രിസ്മസും അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് വരുന്ന മോഡൽ എക്സാമിനും ഇതുപോലെ തന്നെ ഒരു മാസം മുൻപ് സിലബസ് തീർത്ത് പിന്നീട് അങ്ങോട്ട് റിവിഷൻ ആയിരിക്കും അസ്ത്ര ബാച്ചിനകത്ത് ഉണ്ടാവുക. സോ ഇത് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഗംഭീരമായിട്ടിരുന്ന് പഠിക്കുക. ഇനിയും ഞങ്ങൾക്ക് അസ്ത്ര ബാച്ചിനകത്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്ന് പല കുട്ടികളുടെയും മനസ്സിലൊരു സംശയം ഉണ്ടാവും. തീർച്ചയായും സാധിക്കും. അതിന് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9954000800. ഉടൻ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. കാരണം എത്രയോ ആയിരം മക്കൾ നിങ്ങൾക്ക് മുന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ കൂടെ ഓടി അവർക്ക് മുന്നേ എത്തണമെങ്കിൽ നിങ്ങൾ ഈ മൊമെന്റിലെങ്കിലും കൃത്യമായി പഠിച്ചു തുടങ്ങണം. സോ സൈലത്തിന്റെ കൂടെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും ഫീസിബിളായ ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിലാണ് അസ്ത്ര ബാച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒട്ടും ലേറ്റ് ആക്കരുത്, ഗംഭീരമായി പഠിക്കുക. പിന്നെ നമ്മുടെ അസ്ത്ര ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, ഓൾറെഡി ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വിഷനൊക്കെ എടുത്ത സമയത്ത് കുറേ ട്രിക്കുകളും കുറേ മറക്കാതിരിക്കാനുള്ള ടിപ്സ് ഒക്കെ ആയിട്ടാണ്, കോഡ് വേർഡ്സ് ഒക്കെ ആയിട്ടാണ് പഠിച്ചത്, ഓർമ്മയില്ലേ? യെസ്. സോ അതിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം അടിപൊളിയാണ് നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന കാര്യം താഴെ കമന്റ് ചെയ്യുക. കാരണം പുതിയൊരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കപ്പെടുന്നത് സപ്പോസ് നിങ്ങൾ ഇടുന്ന കമന്റുകളിലൂടെ ആയിരിക്കാം. സോ നിങ്ങൾക്കാണ് റിയാലിറ്റി മനസ്സിലാക്കുക, എത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ എന്ന് ഓൾറെഡി അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ് അറിയുക. സോ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ വളരെ അടിപൊളിയായിരിക്കും. സോ കമന്റ് ചെയ്യാം മക്കളെ. ലവ് യു ആൾ, ടേക്ക് കെയർ. ഫിസിക്സ് ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഗംഭീരമാക്കുക. കൂടെയുണ്ട്, തകർക്കാം നമുക്ക്.